അതിലൊരു സംശയത്തിന്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഇവർ വളരെ ഗൂഢമായി നടത്തിയ ചില ശ്രമങ്ങളാണ്. ആ വിഷ്വൽ പരിശോധിക്കുമ്പോൾ ഒരു വിഷ്വലിനകത്ത് ഏത് വിഷ്വലായാലും ശരി, ആ വിഷ്വലില് നമ്മുടെ മുന്നിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങൾ ഉണ്ടാവും. ഈ പോലീസിന് നേരെ ഈ പറഞ്ഞ സ്ഫോടവസ്തു എറിയുന്ന സമയത്ത് ആ വിഷ്വൽ മുഴുവൻ പരിശോധിച്ചറിയാം, ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ രൂക്ഷമായി പോലീസിനോട് കയർത്ത് സംസാരിക്കുകയാണ്. കയർത്ത് എന്നത് എന്റെ പ്രയോഗമാണ്, കയർത്തല്ല. അസഭ്യമായ രീതിയിൽ, നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്താൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കാണാം. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേതൃനിരയിലൊക്കെയുള്ള ആളുകളാണല്ലോ സംസാരിക്കുക. ഇത് നേതൃനിരയിലോ സംഘടനാ ഉത്തരവാദിത്വമോ ഒന്നുമില്ലാത്ത പേരാമ്പ്രയിൽ നിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ അപ്പുറമുള്ള പൂമുള്ളി എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള ചെറുപ്പക്കാരനാണ് ഈ സംസാരിക്കുകയല്ല, ഈ പോലീസിന് നേരെ ആക്രോശിക്കുന്നത്, തെറിവർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ആ സമയത്തുണ്ടായിരുന്ന ഈ സീനിലെ മുഴുവൻ ക്യാമറകൾ നിൽക്കുകയാണ്, ആരെയും ചെയ്യപ്പെടില്ല. അപ്പോൾ നമ്മൾ പിന്നീട് ഈ വിഷ്വൽസ് ഒക്കെ പരിശോധിക്കുന്നതാണ് ഈ ചെറുപ്പക്കാരന്റെ പുറകിലൂടെയുള്ള വിഷ്വൽസ് കാണുമ്പോൾ ഈ പറഞ്ഞ സ്ഫോടവസ്തു UDF പ്രവർത്തകരിൽ നിന്ന് ഉയർന്ന് പോലീസിന്റെ കയ്യിലേക്ക് വീണ് പൊട്ടുന്ന സാഹചര്യം നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ ആ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഈ ചെറുപ്പക്കാരനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നു, ആ സമയത്ത് ഒരു സ്ഫോടനം ഉണ്ടാവുന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരന്റെ ആക്രോശത്തിന്റെ ഇടയിൽ പോലീസിന്റെ ഇടയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സ്ഫോടനം എന്നുള്ള നിലയ്ക്ക് യാദൃശ്ചികമായി നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇത് പിന്നീടാണ് കൃത്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെയാണ് ഈ വിഷയങ്ങൾ അവരുടെ ക്യാമറയിൽ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രാദേശികമായ ആളുകളും ഈ മറ്റു മാധ്യമങ്ങളുടെ എല്ലാം ക്യാമറയിൽ പതിഞ്ഞ ഒരേ ചിത്രത്തിൽ നിന്നാണ്, ഒരേ വിഷ്വലിൽ നിന്നാണ്, വീഡിയോയിൽ നിന്നാണ് എല്ലാവരും ആദ്യം ആർക്കോ സംശയം തോന്നി അവര് അത് സൂക്ഷിച്ചു നോക്കി. പിന്നീട് മറ്റ് വീഡിയോസ് എല്ലാം പലതും പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. സാധാരണ ഇതിലിങ്ങനെ ഒരു വസ്തു വരുന്നതൊന്നും അത്ര ശ്രദ്ധയപ്പെടില്ലല്ലോ. പല വീഡിയോകൾ പരിശോധിച്ചപ്പോഴാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക്, ആ മാധ്യമങ്ങളാണ് ഇത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമയത്താണ് ഞങ്ങളുടെ ഉൾപ്പെടെയുള്ള ശ്രദ്ധയിൽ ഇത്തരം ഒരു സംഭവം വരുന്നത്. സാധാരണ ഇതിൽ അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇപ്പൊ ബോധപൂർവമായ കലാപശ്രമമാണ്. പോലീസ് സംയമനം പാലിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 മണിക്കൂർ ഏതെല്ലാം രീതിയിൽ പ്രകോപിപ്പിക്കാൻ സാധ്യമാകുമോ ആ രീതിയിലെല്ലാം ചെയ്തു. പോലീസിനെ ആദ്യം ഉണ്ടായി, അതുപോലെ തന്നെ പോലീസിനെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായി, ഒറ്റ തിരിഞ്ഞ് പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി, അങ്ങേയറ്റത്തെ ചെറിയ വിഷയങ്ങൾ അതിന്റെ ഇടയിലുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ലാത്തി പിടിച്ചു വാങ്ങാനുള്ള ശ്രമം, ലാത്തി പിടിച്ചു വാങ്ങി തിരിച്ച് പോലീസിനെ അടിക്കുന്ന ശ്രമം, ഇതെല്ലാം ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അങ്ങേയറ്റത്തെ സമീപനം പോലീസ് പാലിച്ചു. അതാണ് ഇവിടെ കണ്ടത്. പക്ഷെ ഇത്തരം മനുഷ്യ സംഭവങ്ങളിലേക്ക് പോയത് പോലീസിന് നേരെ ഈ പറഞ്ഞ സ്ഫോടക വസ്തു പ്രയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള അങ്ങേയറ്റത്തെ കാര്യങ്ങൾ വന്നപ്പോൾ ആണ് പോയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് വളരെ ആസൂത്രിതമായി കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം, ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയാണ് അവർ എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിനിടയിലാണ് സ്ഫോടവസ്തു എറിഞ്ഞെങ്കിലും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സജീഷ്, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ പ്രധാനമായിട്ടും ഉയർത്തുന്നൊരു ആരോപണമാണ് എന്തുകൊണ്ടാണ് ഇടത് പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാത്തത്. അതേപോലെ തന്നെ പോലീസിനെതിരെയുള്ള ഒരു നടപടി, മൃഗീയമായി മർദ്ദിച്ചതാണ് ഷാഫി പറമ്പിലിനെ, അദ്ദേഹം MP ആണെന്നൊന്നും തന്നെ നോക്കാതെയുള്ളൊരു മർദ്ദനമാണ് ഉണ്ടായത്. അപ്പോൾ അതിനൊക്കെ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു സംശയമാണ് പൊതുവായിട്ട് ഉയരുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, താങ്കൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രയോഗിച്ച മൃഗീയ എന്ന പദം, മൃഗീയം എന്നത് പോയിട്ട് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു പോലീസ് ആക്ഷൻ പോലും പേരാമ്പ്രയിൽ ഉണ്ടായിട്ടില്ല. സംഘർഷം നടക്കൽ, അവിടെ ചില സീനുണ്ടാക്കൽ, തനിക്ക് പരിക്ക് പറ്റൽ, ഇതെല്ലാം ഷാഫി പറമ്പിലിന്റെ ലക്ഷ്യമാണ്. പരിശോധിച്ചാൽ അറിയാം. പിന്നെ ഒരു കാര്യം, നമ്മളിങ്ങനെ പറയുമ്പോൾ കുറെ പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. പക്ഷേ പേരാമ്പ്രയിൽ നിന്നൊരു അപകടം പറ്റി ഏറ്റവും ഗുരുതരമായ പരിക്ക് പറ്റി MP കാണുന്നതാണല്ലോ വെപ്പ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പരിക്ക് പറ്റി എല്ലാവരും പേരാമ്പ്രയിലുള്ള ഹോസ്പിറ്റലുകളിൽ പ്രാഥമിക ചികിത്സ നേടിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്ക് പറ്റിയ ആൾ മാത്രം പ്രാഥമിക ചികിത്സ നേടിയില്ല. എന്നിട്ട് എന്താണ്
ഒരു 45 കിലോമീറ്ററോളം ദൂരെയുള്ള കോഴിക്കോട് നഗരത്തിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള മലബാർ മെഡിക്കൽ കോളേജ് ഉണ്ട്. റോഡ് സൈഡാണ്. അതിന്റെ മുന്നിലൂടെ അല്ലാതെ പാസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. എന്തുകൊണ്ട് അവിടെ കയറിയില്ല എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോ തനിക്ക് ഈ നഗരത്തിൽ തന്നെ എത്തിച്ചേരുകയും അവിടെയൊക്കെ ഒരു സീന് ക്രിയേറ്റ് ചെയ്യുകയും അവസാനം ഇവിടുന്ന് ബൈറ്റ് നൽകി പോയാൽ അവിടുന്ന് ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടും ബൈറ്റ് നൽകിയാൽ തിരിച്ചു വരുന്നത് വീൽ ചെയറിലാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സീനൊക്കെ സമൂഹത്തിന് മനസ്സിലാവുന്നേ ഉള്ളൂ. അതിന്റെ കൂടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിന് ചില പരിവേഷങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മൃഗീയവും ക്രൂരവുമെല്ലാമായിട്ടുള്ള മർദ്ദനങ്ങളും അക്രമങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പ്രയോഗിക്കാൻ വാക്കുകളില്ലാതെ പോകും. ഇതൊരു നിസാരമായ അക്രമം അല്ലെങ്കിൽ നിസാരമായ പരിക്കെന്നോ നിസാരമായ രീതിയിലുള്ള പോലീസ് ഇടപെടൽ നോക്കിയാണ് ഇതിന് പറയാൻ വേണ്ടി പറ്റൂ. പിന്നെ ഷാഫി പറമ്പിലായാലും ശരി, മന്ത്രിയായാലും MLA ആയാലും MP ആയാലും ആരായാലും ശരി, ഇത്തരം സ്ഥലങ്ങളിൽ പോലീസിന് നേരെ സ്ഫോടകവസ്തു എറിഞ്ഞ സ്ഥലത്ത് പോയി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായ കാര്യങ്ങൾ ഉണ്ടായേക്കാം, ഇല്ലാതിരിക്കാം. പക്ഷെ ലക്ഷ്യം ഗുണഭോക്താവ് ആര് എന്നുള്ളതാണ് ഇതിൽ കാണേണ്ടത്. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ പ്രവർത്തകർക്ക് ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഞങ്ങൾ ഈ സീനിലില്ലല്ലോ. ഏത് സീനിലുള്ളത്? ഞങ്ങൾ ഈ സീനിലില്ലാത്തതുകൊണ്ടാണല്ലോ ഷാഫിക്ക് പുതിയ തിരക്കഥ പെട്ടെന്ന് സൃഷ്ടിക്കേണ്ടി വന്നത്. അതല്ലേ പ്രശ്നം. അവർ കരുതിയത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രകടനം നടന്നു, അതിന്റെ പുറകെ UDFന്റെ പ്രകടനം നടന്നു. ആ പ്രകടനം തമ്മിൽ സന്ധിക്ക് പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പരസ്പരം അക്രമം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ആ ഏറ്റുമുട്ടലിന്റെ ഇടയിൽ ഷാഫിക്ക് പരിക്ക് പറ്റുന്നു എന്നൊക്കെയുള്ള സ്വപ്നമാണല്ലോ കണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ LDF UDF സംഘർഷം പേരാമ്പ്രയിൽ എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ വാർത്ത കൊടുത്തു. പിന്നീട് പേരാമ്പ്രയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വസ്തുത മനസ്സിലാക്കി പറഞ്ഞപ്പോഴാണ് പോലീസ് എന്നുള്ള ഒരു പിക്ചറിലേക്ക് പോലും ഈ വാർത്ത എത്തിച്ചേരുന്നത്. അപ്പൊ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയൊക്കെ വേറെയായിരുന്നു. CPM അക്രമത്തിൽ അല്ലെങ്കിൽ LDF അക്രമത്തിൽ MPക്ക് പരിക്ക് എന്ന് പറയുന്ന ഒക്കെയായിരുന്നു അവർ ആസൂത്രണം ചെയ്തു വെച്ചത്. പക്ഷെ അത് ആ സീനിൽ നിന്ന് പൂർണ്ണമായി ഇത് അറിയാവുന്നതുകൊണ്ടാണ്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഷാഫിയുമായി അകലം പാലിക്കണം. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം അടുത്ത് നിന്നാൽ പല സീനുകളും സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് അകലം പാലിക്കണമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ നാടകത്തിൽ നിൽക്കാൻ വേണ്ടി ഒരു പ്രവർത്തകർ പോലും നിന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രവർത്തകൻ പോലും ഇല്ലാതെ അത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ മുഴുവൻ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അവിടെ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരാണ് എന്ന് പറഞ്ഞു കളയുമായിരുന്നു. അതിന് പോലും സാധിക്കാത്ത രീതിയിൽ ആയിരക്കണക്കിന് ആളുള്ള സ്ഥലത്തു നിന്നാണ് മുഴുവൻ ആളുകളും മാറിപ്പോയത്. സമാധാനത്തിന് വേണ്ടി മാറിപ്പോയ ആളുകൾക്ക് കേസെടുക്കാൻ വേണ്ടി പറ്റും. അതിനെന്ത് നിയമമുള്ളത്? അതിലെന്ത് സാഹചര്യമുള്ളത്? ഇവിടെ പോലീസുമായിട്ട് ഇടതുപക്ഷത്തിന്റെ ആരും ഏറ്റുമുട്ടിയിട്ടില്ല, കോൺഗ്രസോ UDFുമായിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല, ആരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. ഒരു സ്ഥലത്തൊരു സംഘർഷം നടക്കുന്ന സമയത്ത് പൂർണ്ണമായും മാറി ഒരു നാടിന്റെ സമാധാനത്തിന് വേണ്ടി പിരിഞ്ഞുപോയ ആളുകൾക്കെതിരെ എന്ത് കേസെടുക്കാൻ വേണ്ടി പറ്റുക? ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോ ഇത്രയാണ് കാര്യങ്ങൾ എന്നുള്ളത് ബോധ്യപ്പെടേണ്ടതാണ്. ഇത്തരം സീനുകളെ, ഇത്തരം ഷോകളെയെല്ലാം സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടതാണ്. അത് ആരായാലും ശരി. അതൊന്നും സമൂഹത്തിന് നല്ലതല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.